വിളിക്ക്. അമ്മൂച്ചി, അമ്മൂച്ചി, അമ്മൂച്ചി. സുഭദ്രയ്ക്ക് വന്നിട്ടുണ്ട്. നീ ഉമ്മർത്തിരിക്കെ, ഞാൻ ഇപ്പൊ വരാം. എന്താ അത്ര നേരത്തെ? പായസം കഴിപ്പിക്കാൻ കൊടുക്കണം. ദിവസം തീർച്ചയാക്കിയോ? അടുത്ത വെള്ളിയാഴ്ച എന്നാ പറഞ്ഞ. അതിന്റെ വഴിപാടായിരിക്കും അല്ലേ? അതൊന്നുമല്ല, മുത്തശ്ശിയുടെ നേർച്ചയാ. ആളെ കണ്ടോ? ഞാൻ നോക്കിയില്ല. ചേച്ചി ജനാലിലൂടെ തുറച്ചു നോക്കിയിരുന്നു, ഞാൻ കണ്ടു. മതിയടി വായടി, നടക്കേകം. അതല്ല സുഭദ്രേ. സുഭദ്രേ, പായസം എന്നാ പോണേ? ബുധനാഴ്ച. ഇച്ചിരി ദൂരണ്ടോ? ഇന്ന് പുറപ്പെട്ട മറ്റന്നാൾ എത്തുന്നാ പറയണേ. അമ്മ ഒത്തിരി കൊടുക്കാൻ എന്തോ തരാൻ? ഒരേ തണ്ടുവേദനോട്ടെ. 2 ദിവസമായി പണിക്ക് പോയിട്ട്. കയ്യിലാണെങ്കിൽ 10 പൈസയില്ല. അപ്പൊ കൊച്ചിന് ജോലിക്കൊന്നും പോവാറില്ലേ? എവിടെ പോവാനാ? കടവും വാങ്ങി മൂക്കറ്റം കള്ളും കുടിച്ച് നടക്കും. കൂലിപ്പണി ചെയ്തിട്ടാ ഞാനും എന്റെ കുട്ടികളും ദിവസം കഴിയുന്നത്. അല്ലാതെ ഞാൻ തന്നിട്ടൊന്നല്ല. പണിയും കഴിഞ്ഞ് വീട്ടിൽ വന്ന അയാളുടെ തല്ലും ചകാരവും വേറെ. ഇറക്കി വിടണം വീട്ടിൽ നിന്ന്. അയ്യോ, അതെങ്ങനെ വന്നു? ഞാനൊരു പെണ്ണല്ലേ, 2 കുട്ടികളാ. എന്തിനാ പേടിക്കണേ? കെട്ടിയെന്ന് വെച്ച് നോക്കാനാ? ഇല്ലേ പോവാൻ പറയണം. എന്തിനാ ഇങ്ങനൊരാള്? അതൊന്നും അമ്മൂനറിയില്ല. എവിടായിരുന്നടാ നീ ഇത്രയും നേരം? അമ്പലത്തിൽ കഥകളിക്കാര് വന്നു. അവര് വേഷം കെട്ടണം ഞാൻ കണ്ടു. ഇന്നാണല്ലേ?
അതിന് മേലെ 50-60 കൊടുക്കാൻ ആളില്ലാഞ്ഞിട്ടല്ല. ഒരു 20 പവന്റെ പണ്ടാ അവർ ചോദിക്കണേ. മാരാരങ്ങ് ഏറ്റാ മതി, ബാക്കി ഞാൻ ഏറ്റു. നോണ പറയാൻ എന്നെ കൊണ്ടാവില്ല. ഈ ശുദ്ധഗതിയൊന്നും കാര്യമില്ല. കുട്ടിയുടെ കല്യാണം നടക്കണം വെച്ചാൽ അങ്ങനെ പറയേണ്ടി വരും. കൊടുക്കേണ്ടി വരില്ല, പിന്നെന്താ? അപ്പോഴേ മോളെ വിളിച്ചോളൂ. വിളിക്കാം. ഒരേ ഒരു കുട്ടിയേ ഉള്ളൂ. ഈ സ്ഥലമൊക്കെ ആ കുട്ടിക്കുള്ള. മറ്റേ കാര്യം പറഞ്ഞോളൂ. ഒക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. കല്യാണം കഴിയട്ടെ. നമ്മുടെ തറവാട്ടിന് പറ്റിയ കുട്ടിയാ. അതന്നെയാ വേണ്ടു. മോളെ, അവര് മോളെ ഒന്ന് കാണണമെന്ന് പറയണു. എന്തിനാ ഞാൻ പറഞ്ഞേ? അവര് മോളെ കാണാൻ വന്നിരിക്കല്ലേ. അവര് പണ്ടും പണമൊന്നും ചോദിച്ചില്ലേ? ഉവ്വ്. കൊടുക്കാണ്ടോ? ഞാൻ അതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല മോളെ. ചെല്ലു മോളെ, നല്ല സമയാമു കുട്ടിയെ. മോളെ വരൂ. നിനക്ക് കയ്യൂട്ടിക്കളി അറിയോ? അറിയാം, പക്ഷേ എന്താ പക്ഷേ? കളിച്ച കാണാൻ കൊള്ളില്ല അത്ര. ആരാ എന്നെ കല്യാണം കഴിക്കാൻ പോണ ആള്? ഇങ്ങേരാ. എനിക്ക് പിടിച്ചില്ല. എന്താ അച്ഛാ, 20 പവൻ കൊടുത്ത് എനിക്ക് ഒരാളെ വാങ്ങിക്കണ്ട, അത്ര തന്നെ. എന്താ ഇങ്ങനെ ഒരു കല്യാണം? നാണം കിട്ടുവച്ച. താൻ എന്ത് കൊള്ളരുതാത്തവനാടോ? അന്തസ്സുള്ളവരാ ഞങ്ങള്. ഈ വായാടി പെണ്ണെ കാണാനാണോ താൻ ഞങ്ങളെ കൊണ്ടുവന്നത്? ദരിദ്രവാസികള്. എന്റെ മോള് തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. അവൾക്ക് പിടിച്ചില്ല, അവൾ അത് പറഞ്ഞു, അത്ര തന്നെ ഉള്ളൂ. ഇതൊക്കെ ഞങ്ങളുടെ ആദ്യത്തെ അനുഭവമാണ്. വരൂ വല്യമ്മേ, വാടാ. ഒരു സംബന്ധാലോചന. പാവെന്ന് കരുതി വെറുതെ വിടുക, അല്ലെങ്കിൽ അടിച്ച് പല്ല് പൊളിച്ചേനെ. അവര് വായാടി എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സ് നൊന്തു, അറിയോ? ഇനി ദുഃഖിച്ചിട്ട് കാര്യമില്ല, പറയണ്ടേ പറയാവൂ. അടക്കോ ഒതുക്കൊന്നുമില്ലാന്ന് 4 ആള് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ഭാവി എന്താവും? അവര് പണ്ടും പണവും മാത്രം കൊതിച്ചു വന്നവരാ. അത് മനസ്സിലായിട്ടും പിന്നെന്തിനാ മിണ്ടായിരിക്കണേ? എനിക്കിതൊന്നും കേൾക്കാൻ വയ്യേ.